ഭഗവാന്റെ ആഗ്രഹം നമ്മുടെ ഭവരോഗം മാറണമെന്നാണ്, നമ്മുടെ ആഗ്രഹം നമുക്ക് വിഷയം കിട്ടണമെന്നാണ്. അപ്പം നമ്മളെ എന്ത് ചെയ്യും? ഭഗവാൻ തൽക്കാലത്തേക്ക് വിഷയസുഖങ്ങളൊക്കെ വഴിപാടുകളൊക്കെ വഴി തന്ന് ഭഗവാൻ ആഗ്രഹിക്കണം ഇവൻ ഇങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് വരട്ടെ. കാര്യസാധ്യത്തിനല്ലാണ്ട് ഭഗവാനെ അങ്ങേക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ വരണ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ വളരെ കീ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മുടെ ഇടയിൽ നിന്നാണ് ചോദിക്കുന്നത്. ഞാൻ നമ്മളിൽ ഒരാളായിട്ടാണ് ചോദിക്കണം. അല്ലാണ്ട് ഞാൻ അതൊക്കെ ചെയ്യണ പരമ ദിവ്യപുരുഷനാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. നമ്മളിൽ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഭഗവാനെ അങ്ങേക്ക് സുഖമാണോ? അങ്ങ് ഭക്ഷണം കഴിച്ചോ? അങ്ങ് കുളിച്ചോ? അങ്ങേക്ക് പൂജയൊക്കെ കൃത്യമായി കിട്ടിയോ? സന്തോഷത്തിലാണോ അങ്ങ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കുശലാന്വേഷണത്തിന് ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് അന്വേഷിക്കുന്ന പോലെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? മനസ്സിൽ തൊട്ട് പറയണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവർക്ക് സന്തോഷിക്കാം. കാരണം നമ്മുടെ പെറ്റ അമ്മ നമ്മൾ അവരെ വിളിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരുടെയും ഒട്ടുമിക്ക എല്ലാവരുടെയും അച്ഛനമ്മമാരുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ വല്ല തിരക്കിലായിരിക്കും, നമ്മൾ വിളിച്ചിട്ടുണ്ടാവില്ല. എന്നാലും അവർക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റണ സാഹചര്യം ഉണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് ആദ്യം ചോദിക്കുക, ഭക്ഷണം കഴിച്ചോ, കുളിച്ചോ എന്നൊക്കെ ചോദിക്കും. അത് മാതാപിതാക്കൾക്കേ ചോദിക്കാൻ പറ്റും. നമ്മൾ മാതാപിതാക്കളാകുമ്പോൾ ഇത് നമ്മൾ നമ്മുടെ മക്കളോടും ചെയ്യും. ഇത് പ്രകൃതിയിൽ അങ്ങനെയാണ്. കുട്ടികളത് തിരിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചെയ്താൽ അമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് മകൻ ചോദിച്ചാൽ, എത്ര ജോലി തിരക്കിൻ്റെ ഇടയിലും അവൻ അമ്മയെ ഒന്ന് വിളിച്ചിട്ട് അമ്മയെ കാലിൻ്റെ വേദന എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ആ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ വേദന പകുതി മാറും. ഇതേപോലെ ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന്, ഞാൻ ഇത്രയും നോക്കുന്നുണ്ട് വരെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന്, അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എന്നാലും ഭഗവാനെ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു ഉദയാസ്തമന പൂജ കഴിക്കണേക്കാട്ടിലും ഗുരുവായൂരപ്പൻ സന്തോഷിക്കും. ഒരു ഉദയാസ്തമന പൂജ നിങ്ങൾ 1.5 ലക്ഷം ഉറുപ്പ്യം കൊടുത്ത് കഴിക്കണേക്കാട്ടിലും ആ ഉണ്ണി സന്തോഷിക്കും, മഹാദേവൻ സന്തോഷിക്കും, അമ്മ സന്തോഷിക്കും. അത് ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കലാണ് ഭാഗവതം പോലുള്ള മഹാഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം തന്നെ.